അനന്തഭദ്രം. ചിത്രകാരന്മാരായ രണ്ട് ഭദ്രന്മാരുടെ കലാസൃഷ്ടികളുടെ പ്രദർശനം അനന്തപുരിയിൽ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ ലളിതകലാ അക്കാദമി ഗാലറിയിൽ നടന്നു. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ഒരുമിച്ച് പഠിച്ച SR ഭദ്രനും ഭദ്രൻ കാർത്തികയുമാണ് ആ ഭദ്രന്മാർ. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ ഗ്രാഫിക്സ് ഡിസൈനറായി വിരമിച്ച SR ഭദ്രൻ കൊല്ലം ജില്ലയിൽ പരവൂർ സ്വദേശിയാണ്. അധ്യാപക ദമ്പതികളുടെ മകനായി 1955 ജനിച്ചു. ഡ്രോയിങ് മാസ്റ്ററായിരുന്ന അച്ഛനിൽ നിന്ന് ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പകർന്നു കിട്ടി. 1976 തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ചേർന്നു. 1977 മുതൽ 1980 വരെ കേരള ലളിതകലാ അക്കാദമി നടത്തിയ പെയിന്റിംഗ് എക്സിബിഷനുകളിൽ പങ്കെടുത്തു. 1982 BFA ബിരുദധാരിയായി ആദ്യ ബാച്ചിൽ പുറത്തിറങ്ങി. തുടർന്ന് ഹാൻഡെക്സിൽ ഡിസൈനറായി. 1984 കേരള കൗമുദി പത്രത്തിലും 1985 തിരുവനന്തപുരം ദൂരദർശനിൽ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റായും ജോലിയിൽ പ്രവേശിച്ചു. പൂന ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കിട്ടിയ ട്രെയിനിങ്, വിഷ്വൽ മീഡിയയെക്കുറിച്ചുള്ള അറിവ് തുടർന്നുള്ള പ്രൊഫഷണൽ കരിയറിന് ഏറെ സഹായകരമായി. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിനെ കുറിച്ചുള്ള വരകളുടെ വളർത്തമ്മ എന്ന ടെലിവിഷൻ പരിപാടിയിൽ പ്രധാന ചുമതല നിർവഹിച്ചു. വിഷ്വൽ മീഡിയയിലെ ജോലി ഈ കാലഘട്ടങ്ങളിലുണ്ടായ സാങ്കേതിക മാറ്റങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താനും അവയ്ക്കൊപ്പം സഞ്ചരിക്കാനും സാധിച്ചു. പ്രകൃതിയെ സൂക്ഷ്മമായി വിലയിരുത്തിയുള്ള ചിത്രരചന SR ഭദ്രന്റെ പ്രത്യേകതയാണ്. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള വർണ്ണപ്രപഞ്ചം, പ്രകാശത്തിൻ്റെയും ഡാർക്ക് ഷെയ്ഡുകളുടെയും സൂക്ഷ്മമായ രചനാ പാടവം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. 2016 ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ചിത്രരചനയിലും ചിത്രകലാ ക്യാമ്പുകളിലും ചിത്ര പ്രദർശനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുന്നു. ഞാൻ ഭദ്രൻ, തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ആദ്യകാല ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ചെയ്തു. തിരുവനന്തപുരം ദൂരദർശനിൽ ഞാൻ ഗ്രാഫിക് ആർട്ടിസ്റ്റായിട്ട് ജോലിക്ക് കയറി. ഏതാണ്ട് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു 45 വർഷത്തോളമായി ഞാൻ ചിത്രം രചന ഇല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഭദ്രൻ്റെ നിർബന്ധപ്രകാരം എന്ന് പറയാം, അദ്ദേഹം എന്നെ വരയ്ക്കാൻ വേണ്ടി വളരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു വർഷത്തിനുള്ളിലാണ് ഈ ചിത്രരചന തുടങ്ങിയത്. അപ്പോൾ അത് ചിത്രങ്ങളെല്ലാം തന്നെ പ്രകൃതിയുമായി, കാര്യം പ്രകൃതിയും അതിൽ ജീവജാലങ്ങളെക്കുറിച്ചും അങ്ങനെ ഉള്ള രീതിയിലുള്ള ചിത്രങ്ങളാണ് എല്ലാം വരയ്ക്കാൻ സാധാരണക്കാരൻ മനസ്സിലാകുന്ന രീതിയിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രകൃതിയുമായി ഇണങ്ങുന്ന ഈ കളർ കോമ്പിനേഷനാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം ഒരു ചിത്രത്തിന് ഏതാണ്ട് വെളിച്ചവും ഇരുട്ടും, ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അപ്പോൾ ആ ഒരു രീതിയിലുള്ള രചനയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ടായത്, ഞങ്ങൾക്ക് ബോംബെ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ ഒരു പ്രദർശനം നടത്തുവാനുള്ള ഭാഗ്യം കൂടി ലഭിച്ചു. അത് അടുത്ത വർഷം മാർച്ച് 4 ആരംഭിക്കും. അപ്പോൾ അതും ഞങ്ങളൊരു മഹാഭാഗ്യമായി കരുതുന്നു. അനന്തഭദ്രത്തിലെ മറ്റൊരു ഭദ്രനായ ഭദ്രൻ കാർത്തിക കൊല്ലം ജില്ലയിൽ ഏരൂർ സ്വദേശിയായി 1955 ജനിച്ചു. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും 1982 BFA ബിരുദധാരിയായി ആദ്യ ബാച്ചിൽ പുറത്തിറങ്ങി. കായംകുളത്തെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ്
റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1983 ജോലിയിൽ പ്രവേശിച്ച് 2015 വരെ അവിടെ തുടർന്നു. സീഡാക്കിലെ മൾട്ടിമീഡിയ ഡിപ്ലോമയും അപ്ലൈഡ് ആർട്ടിലെ നാഷണൽ ഡിപ്ലോമയും പ്രൊഫഷണൽ കരിയറിന് ഏറെ സഹായകമായി. അദ്ദേഹത്തിൻ്റെ രചനാപാടവം പുതിയ നൂറ്റാണ്ടിന് അനുയോജ്യമായ രീതിയിൽ യാഥാർത്ഥ്യത്തെയും പഴമയെയും പുതുമയെയും കോർത്തിണക്കിയുള്ള രീതിയിലാണ്. പലതരത്തിലുള്ള കളറുകളും ഡാർക്ക് ഷെയ്ഡുകളും യാഥാർത്ഥ്യങ്ങളുടെ ഒരു വർണ്ണപ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. 3D ഇമേജിലുള്ള രചനാപാടവം ഏറെ ആകർഷിക്കപ്പെടുന്നു. 2019 ആലപ്പുഴയിലെ ചെന്നിത്തലയിൽ നവോദയ വിദ്യാലയത്തിലെ കണ്ടംപററി ആർട്ട് ക്യാമ്പും മാവേലിക്കരയിലെ AR സ്മാരക സമിതി പെയിന്റിംഗ് ക്യാമ്പിലും പങ്കെടുത്തു. 2020 സഞ്ചരിക്കുന്ന ചിത്രശാലയിലൂടെ മാന്നാറിലെ പരിമല കോളേജിലെ ക്യാമ്പിലും വരമഴ എന്ന പരിസ്ഥിതി ദിന ക്യാമ്പിലും ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടി. അതേ വർഷം തന്നെ എറണാകുളം ദർബാർ ഹാളിലെ ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ചിത്ര പ്രദർശനം ഏറെ തിളക്കമുള്ളതായി. 2021 മുംബൈ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ നടന്ന പെഴ്സോണ എന്ന ആർട്ട് എക്സിബിഷൻ പ്രൊഫഷണൽ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായി. 2022 കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെയും 2023 തിരുവനന്തപുരം മ്യൂസിയം ആർട്ട് ഗാലറിയിലെയും പ്രദർശനങ്ങൾ പ്രൊഫഷണൽ കരിയറിനെ കൂടുതൽ തിളക്കമാർന്നതാക്കി. എൻ്റെ പേര് ഭദ്രൻ കാർത്തിക. ഞങ്ങൾ 2 ഭദ്രന്മാർ ചേർന്നിട്ട് അനന്തപുരിയിൽ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ചിത്ര പ്രദർശനമാണ് അനന്തഭദ്രം. ശരിക്കും ദുരൂഹതകളൊന്നുമില്ലാതെ ചിത്രങ്ങൾ പൂർണ്ണമായിട്ടും പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചിത്രീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. പ്രകൃതിയെയും പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ പ്രകൃതി നശീകരണം അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ വ്യാപ്തി മനസ്സിലാകത്തക്ക രീതിയിൽ ആരും പറഞ്ഞു കൊടുക്കാതെ മനസ്സിലാകുന്ന രീതിയിലാണ് ചിത്രങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ചിത്രീകരണം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കളറുകൾ നിറങ്ങൾ വളരെ പരിമിതമായ നിറങ്ങൾ ഉപയോഗപ്പെടുത്തിയും ആശയങ്ങൾ തീർത്തും പൊതുജനങ്ങളിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുമാണ് ചിത്രീകരണം നടത്തിയിട്ടുള്ളത്. ചിത്രങ്ങളെല്ലാം തന്നെ ദുരൂഹതകൾ ഒട്ടുമില്ലാതെ യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം ആണ് ഞങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ചിത്രകലയുടെ തമ്പുരാനായ രവിവർമ്മ ജനിച്ച കിളിമാനൂർ കൊട്ടാരത്തിന് തൊട്ടടുത്ത ജില്ലയായ കൊല്ലം ജില്ലയുടെ 2 പ്രദേശങ്ങളിൽ ജനിച്ച ഈ കലാകാരന്മാരുടെ സൃഷ്ടികൾ കൂടുതൽ ജനഹൃദയങ്ങളിൽ എത്തിച്ചേരട്ടെ.